Ladies and gentlemen, welcome back to part 2 of Mugundanuni Associates. അതിശോക്തിയുടെ അടുത്ത് പറയുന്നതല്ല, this is literally one of the best Malayalam movies I've ever seen. I think in a top 3 അല്ലെങ്കിൽ probably the best Malayalam movie I've ever seen. Whenever I see movies, English, Hindi, Malayalam, whatever it is, what I look forward the most is a kind of comedy, a dark-ish comedy that kind of like describes our real life. And one of my favorite movies in English is Catch Me If You Can. One of, if not the best movie, I believe. So when I look at those kind of movies in our Malayalam category, there aren't a lot of movies, and this one absolutely fits that category. I think നമ്മുടെ ദുൽഖറിൻ്റെ, I already said this before, കുറുപ്പ് എന്ന് പറയുന്ന ഒരു മൂവി അച്ചീവ് ചെയ്തതിനേക്കാളും സിഗ്നിഫിക്കൻ്റ്ലി ബെറ്റർ ഗ്രൗണ്ട് ഈ മൂവി അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ. ബോധമില്ലാത്തവൻ്റെ വക്കാലത്ത് വാങ്ങുന്നതിന് ഒരു സുഖമുണ്ട്. ഇറ്റ് ഫീൽസ് ലൈക്ക് ഐ ആം ഇൻ കൺട്രോൾ. Dude. Paniya, how is he going to tell the patient? I don't get it. ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞേ. കുടിക്കൂ. How is he going to present it, man? ഈ കേസ് പോവോ? നെവർ. ഈ കഷ്ടപ്പെട്ടത് മുഴുവൻ കൈ കിട്ടിയ കേസ് കയ്യിൽ നിന്ന് പോകാനല്ല. ഈ കേസ് എനിക്ക് വേണം. നാളെ വരാമെന്നോ? What do you mean? What's the plan here? What's the play? കോടതിയിൽ പെറ്റീഷണർ ആരുടെ പേരാ പറയുന്നത് അയാളുടെ ഒറിജിനലായി കണക്കാക്കൂ. ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ ചെയ്ത വക്കീലിന് പ്രശ്നമാ. ജഡ്ജ് സംഗമേശ്വരൻ സാർ ആയതുകൊണ്ട് ചിലപ്പോൾ കാര്യം ചെയ്യരുത്. യെസ്, ഞാൻ ആഗ്രഹിച്ച ആ മുഹൂർത്തം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ചെയ്തേ അടങ്ങുമെന്നാണെങ്കിൽ മടിക്കണ്ട, പറ. നമുക്ക് ഇതോടെ ഇല്ല നിർത്താം. ഹൗ ഡ്രമാറ്റിക് ആൻഡ് പ്രെഡിക്റ്റബിൾ. മതിയായി. ഇറ്റ്സ് ടൈം ടു മൂവ് ഓൺ. ആവശ്യമില്ലാത്തതൊക്കെ അപ്പം അയച്ചു കളയണം. അതാണ് അതിൻ്റെ ഒരു മര്യാദ. Dude, this is psychopathic. അഡ്രസ്സും കോൺടാക്ട് ഡീറ്റെയിൽസും എടുത്തു തരുമോ? പകരം എന്ത് തരും? എൻ്റെ ഹൃദയം. എന്ത് വേണം? Wait, did the patient know? How does he? എന്തിനാണെന്നറിയോ? എനിക്കറിയാം. ആക്സിഡന്റ് രക്ഷിച്ചതിന് താങ്ക്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ വേണു വക്കീലിൻ്റെ പേര് പറയൂ. സത്യസന്ധത പ്രായത്തിൻ്റെ. സൂരജിന് ലോൺ അടച്ച് തീർക്കണ്ടേ? ഇത് വക്കീലിന്റെ കേസാണ്. അതെ സർ. പെറ്റീഷണർ വിളിക്കട്ടെ. സൂരജ്. Oh no. I don't know what's going to happen here. എന്താ സർ? വക്കീലും വക്കീലിന്റെ ജൂനിയറും കൂടി പറ്റിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുമ്പത്തെ ഒരു കക്ഷി ബാർ കൗൺസിലിൽ പരാതി കൊടുത്തിട്ടുണ്ട്. കക്ഷിയോ? ഇത് കോടതിയാണ്. അങ്ങോട്ട് ചോദിച്ചാൽ മാത്രം മറുപടി പറഞ്ഞാൽ മതി. ഇവരുടെ ഭർത്താവിന്റെ കേസിൽ കിട്ടിയ പണത്തിന്റെ പകുതി താൻ മുക്കിയെന്നാ പരാതി. ബാർ കൗൺസിലിൽ മാത്രമല്ല, കോടതിയിലും കേസ് കൊടുത്തിട്ടുണ്ട്. സോ ബാർ കൗൺസിലിന്റെ ഹിയറിംഗ് കഴിയുന്നവരെ വക്കീലിന്റെ ഒരു കേസും പറ്റില്ല. അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണി. സർ, ഇവൻ കള്ളം പറയുന്ന. യുവർ ഓണർ, ആക്സിഡന്റ് നടന്ന സമയത്ത് ഒന്ന് സൈൻ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് എൻ്റെ കക്ഷി ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ തമ്പി ബ്രഷം വാങ്ങിയത്. ശരിയാ സാർ, എൻ്റെ വക്കീൽ മുകുന്ദനുണ്ണിയാ. സർ, ഇവനും കള്ളം പറയുന്ന. ഈ വക്കാലത്തിൽ സൂരജിന്റെ ഒപ്പാണെന്ന് നോക്കും സർ. ഞാനിട്ടതല്ല. My God. ചൂടത്ര പോരാ, ഇച്ചിരിയും കൂടെ എണ്ണ ഒഴിക്കാം. ആളി കത്തട്ടെ. സർ, കൈ ഒടിഞ്ഞ ആൾ എങ്ങനെയാണ് സർ സൈൻ ചെയ്യുന്നത്? ഈ സിഗ്നേച്ചറൊക്കെ ഫോർജ്ഡ് ആണ് സർ. എന്താ വേണു ഇത്? എത്ര കൊല്ലമായി അപ്പി അറിയാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും ആർത്തി അവസാനിച്ചിട്ടില്ലല്ലേ? ഇന്ന് വൈകുന്നേരം 5 മണിക്കകം എൻ്റെ ആദ്യത്തെ കേസ്. താങ്ക് യു യുവർ ഓണർ. ജയിക്കുന്നതിന് മുമ്പ് തന്നെ ജയിച്ച പോലെ വേണു വക്കീലിനെ ജഡ്ജ് താക്കീത് ചെയ്ത സ്ഥിതിക്ക് ഇനി സംഗമേശ്വരൻ സാറിൻ്റെ മുന്നിൽ അപ്പിയർ ചെയ്യാൻ വക്കീൽ ബുദ്ധിമുട്ടും. Yes. This is an opportunity. I should make hay. His bang is zero. സൂര്യൻ പ്രകാശിക്കുമ്പോൾ
ഉണക്കപ്പുല്ലുണ്ടാക്കുക. വേണു വക്കീലിന് പകരം ഇനി മുകുന്ദനുണ്ണി. അത് മതി. ആഹാ അന്തസ്. മുകുന്ദനുണ്ണി. He's getting in the game. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉണ്ണി മുകുന്ദൻ എന്നാണ് പറഞ്ഞത്. അതായത് ഇത് സെബാറ്റി ഡോക്ടർക്ക്, ASI, ഇത് മീനാക്ഷിക്ക്, ഒന്നാം സാക്ഷി, രണ്ടാം സാക്ഷി, വണ്ടി ഓണർ, ഡ്രൈവർ, പിന്നെ ഇത് നിനക്ക്. റൂം നമ്പർ 115. 16 ബേസ് മോഡലാണ്. അപ്പോൾ എയർ ബാഗ് ഡ്രൈവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, അങ്ങനെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും. He's a true entrepreneur. ഇത് ഉറപ്പിക്കാം. അപ്പം അറിയിച്ചാൽ മതി. സാറേ ബോർഡിൽ I want to be like him, like not Mukundan the Unni Associates. morally grey part, but oh, so that is how the name. Oh yes, പണി വരുന്നു. We need a villain. ഇതൊക്കെ വക്കീലാണോ ചെയ്യുന്നത്? ഒരു ക്ലർക്കിനെ അപ്പോയിൻ്റ് ചെയ്തോടെ? അല്ല, എല്ലാം ഒറ്റയ്ക്ക് ചെയ്യരുത്. പക്ഷെ എല്ലാ കാര്യത്തിൻ്റെ ഒരു ചരട് നമ്മുടെ കയ്യിൽ വേണം. Something he needs വക്കീൽ തന്നെ something. കേസ് പിടിക്കുക, വാദിക്കുക. ഏകദേശം ഒരു 700 ആക്സിഡൻറ്റ് കേസെങ്കിലും ഉണ്ട് വർഷത്തിൽ വയനാട്ടിൽ. പകുതിയും സ്പോട്ടിൽ തന്നെ സെറ്റിലാവും. ബാക്കി പകുതിയുടെ 4/1 മെർക്കുറി. അത് നമുക്ക് കിട്ടിയാലോ? എങ്ങനെയാണെന്നല്ലേ ചിന്തിക്കുന്നത്? ഹോസ്പിറ്റലിൻ്റെ സെക്യൂരിറ്റി സർവീസിൻ്റെ ടെൻഡർ നമ്മൾ പിടിക്കുന്നു. ഏകദേശം ഒരു 30 ലക്ഷം രൂപ. പകുതി ഞാനിടുന്നു, പകുതി വക്കീലിടുന്നു. സെക്യൂർ ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് ഏജൻസിയാണ്. ആ ഏജൻസിക്ക് എല്ലാ വർഷവും ഒരു ടെൻഡർ ഉണ്ട്. അത് നമ്മൾ പിടിച്ചാൽ ഹോസ്പിറ്റലിലെ എല്ലാ ഗാർഡ്സും നമ്മുടെ എംപ്ലോയീസ് ആവും. എന്ന് വെച്ചാൽ Is this അടുത്ത real? 1 വർഷത്തേക്ക് സെക്യൂരിറ്റി സർവീസിലെ എല്ലാ ഗാർഡ്സും നമ്മുടെ ഏജൻസിയാണ്. ഐഡിയ കൊള്ളാം. കേരളം പേടിച്ചു തുടങ്ങി. യെസ്, ഐ എം ഓൺ ദ റൈറ്റ് ട്രാക്ക്. ഇരിക്കാം, കുറച്ച് കഴിയുമ്പോൾ പോകുമായിരിക്കും. അല്ല, എന്നിട്ട് what? I don't ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ടെൻഡർ താൻ ഒറ്റയ്ക്ക് പിടിച്ചാൽ മതി. Bye. എൻ്റെ അമ്മയുടെ കേസ് ഞാൻ പിടിച്ചോണ്ടല്ലേ എനിക്ക് ഈ കാര്യങ്ങളെല്ലാം പിടുത്തം കിട്ടിയത്. അമ്മടങ്ങി ഡോകോപ്പേ, താൻ ഇനി ഇവിടെ കിടന്ന് ചൊറിഞ്ഞ തൻ്റെ പിത്ത കവിളിൽ കത്തി കുത്തി ഇറക്കി നാക്കരിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കും ഞാൻ. മനസ്സിലായോ? he said it was a good idea, right? Then why didn't he? കേസ് കുറെ പിടിക്കുന്നുണ്ടല്ലോ വക്കീലേ. ഈ ഹോസ്പിറ്റലിലെ എല്ലാ കേസും എനിക്ക്. അത് അത്യാഗ്രഹമല്ലേ വക്കീലേ? ഡോക്ടർ വിചാരിച്ചാൽ നടക്കും. എൻ്റെ ക്ലയൻസിനല്ലാതെ വേറെ ആർക്കും ഡോക്ടർ വൂണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കരുത്. മോണോപ്പൊളി അത് വേണ്ട വക്കീലേ. അങ്ങനെ വന്നാൽ പിന്നെ വക്കീൽ പറയുന്നത് ഞാൻ കേൾക്കേണ്ടി വരും. അത് ശരിയാവില്ല. എന്താ നമ്മുടെ ഹോസ്പിറ്റലിനെ പറ്റി ഡോക്ടറിൻ്റെ ഒരു ടെസ്റ്റിമോണിയൽ വേണമായിരുന്നു. ആര് പറഞ്ഞു? വിൻസെൻ്റ് ഡോക്ടർ പറഞ്ഞിട്ടാ പുതിയ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ. വക്കീലിനോട് കുറച്ച് ദിവസമായിട്ട് കാര്യം ചെയ്യണമെന്ന് വിചാരിക്കുന്നു. വക്കീൽ എന്തിനാ ഈ പണിക്കിറങ്ങിയേ? അല്ല, സാധാരണ ഈ LLB ഒക്കെ കഴിഞ്ഞാൽ വേറെ പല ജോലികൾക്കും പോകാറുണ്ടല്ലോ. ഇപ്പോൾ ലോ ഫാമിൽ കയറാം, ബാങ്കിൽ പോവാം, PSC എഴുതി സർക്കാർ ജോലിക്ക് കയറാം. കളയെന്ന് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ മീനാക്ഷിക്ക് എന്താ ഇഷ്ടം? എനിക്കിങ്ങനെ വെറുതെ വീട്ടിലിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പിനൊക്കെ പോവാ, നല്ല നല്ല ഭക്ഷണമൊക്കെ കഴിക്കുക, അതൊക്കെ തന്നെ. സത്യം പറയല്ലോ വക്കീലെ, എനിക്ക് ജോലി ചെയ്യുന്നതേ ഇഷ്ടമല്ല. ഇനി വക്കീൽ എന്തിനാ ഈ പണിക്കിറങ്ങിയേ? നേടി എന്നുള്ള തോന്നലുണ്ടാവുമ്പോൾ നമ്മളൊന്നും ആയിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന അലാം ക്ലോക്ക്. നമ്മൾ ചെയ്യുന്ന ജോലി നമ്മളെ വിശ്രമിക്കാൻ വിടരുത്. ഇനിയും മുന്നോട്ട് അത് മാത്രമായിരിക്കണം ലക്ഷ്യം.
അപ്പം മുന്നോട്ട് പോയില്ലെങ്കിലോ? വക്കീൽ തോറ്റുപോയാലോ? തോക്കുന്നതിനേക്കാളും ഭേദം ചത്തു തൊലയുന്നത്. This is real, man. This shit is so സിവിയർ ഹെഡ് real. ഇഞ്ചുറി, വോമിറ്റിംഗ്, പോസിബിലിറ്റി ഫോർ ബ്രെയിൻ. ആയിരിക്കുന്ന റിലേറ്റീവ്സാ. പേഷ്യൻസിൻ്റെ റിലേറ്റീവ്സിനെ മാത്രമേ അകത്തേക്ക് കടത്തി വിടുള്ളൂ. ചേട്ടാ ഞങ്ങൾ റിലേറ്റീവ്സാ. പാസ്സുണ്ടോ? പാസ്സാ. പാസ് വേണം. പാസ് ഉണ്ടെങ്കിൽ മാത്രമേ അകത്തേക്ക് വിടാൻ പറ്റൂ. സെക്യൂരിറ്റി യൂണിഫോം മാറിയിട്ടുണ്ടല്ലോ. ഷെറ്റ്. ഈ പാസും ഫീസൊക്കെ എപ്പോ ഒരു കോണത്തിലെ അതൊന്നും എന്നോട് പറയണ്ട. റിലേറ്റീവ്സിന് പാസ് വേണോ? അത് നിങ്ങൾക്ക് അറിയണമല്ലോ. എന്താ പ്രശ്നം? അല്ല പാസ് വേണമെന്നൊക്കെ പറഞ്ഞു. ഇത് ICU വാർഡാണ്. ഒച്ചപ്പാടൊന്നും ഇവിടെ പറ്റില്ല. മെയിൻറ്റെയിൻ സൈലൻസ്. So, Suraj, to call the security guards. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തോളാം. Shit. It's going വക്കീലെ, down. പ്ലാനൊന്നും വർക്കൗട്ട് ആവണില്ലേ? ബ്രെയിൻ ഹെമറേജും ഒരു മൾട്ടിപ്പിൾ ഫ്രാക്ചറും. ആകെ മൊത്തം ടോട്ടൽ 25 lakhs ക്ലൈം. ഈ ബ്ലോക്കിൽ മാത്രമേ എനിക്ക് 7 ഗാർഡ്സാണ് ഉള്ളത്. അതായത് 7 ഏജൻസ്. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ നമുക്ക് ഒരുമിച്ച് പിടിക്കാം. അപ്പം നിനക്ക് അഹങ്കാരം കൂടെ. 30K. ഞാൻ ബൈലർ അതിന്റെ 30K. വന്നതോട്ട് നിനക്കും 30K. കിട്ടുന്നല്ലോ, ഒന്ന് കൊടുക്കോ? അർജന്റാ. What's the play? ഒരു കോൾ ഉണ്ട്, എന്തോ അർജന്റ് കേസാന്ന് പറഞ്ഞ. ഫ്രാക്ചർ ആണോ? What the fuck? Dude. Okay, this is fucked up. And you're following him? What the? Oh, this is seriously messed up, man. Yeah, he wanted that to happen, right? Shit. Okay, I'm not on board with this. Wow. കവിത. Oh no, dude, you killed him. ഓക്കെടാ. ഈ കേസ് നമുക്കുള്ളതല്ല വക്കീലെ. അയാൾ തട്ടിപ്പോയത് വണ്ടി ഇടിച്ചല്ല, പാമ്പ് കടിച്ച. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നോ? ഇല്ല. ഒരു ചെറിയ ചേഞ്ചിൽ നമുക്കിതൊരു ആക്സിഡൻ്റ് ആക്കാൻ പറ്റും. അത് വേണോ? വേണം. വേണു വക്കീലിൻ്റെ വൈഫിന് ഫൈനാൻഷ്യലി നല്ല ആവശ്യമുള്ളതാണ്. ആ കോൺട്രാക്റ്റ് പിടിച്ചൊക്കെ വലിയ എമൗണ്ടിന്. സാറിനറിയാലോ. എൻ്റെ സ്ഥാനത്ത് വേണു വക്കീലാണെങ്കിലും ഇങ്ങനെ പറയൂ, അതെനിക്ക് ഉറപ്പുണ്ട്. Oh shit. വക്കീലിൻ്റെ വൈഫ് ഇപ്പോൾ എവിടെ ഉണ്ട്? He knows. Oh shit got real. That's why. Now it makes sense. എന്താ വക്കീലെ, വക്കാലത്തിനാണോ? ഇവൾ അമ്പിനും വില്ലിനും അടുക്കൂല, പക്ഷെ വൾണറബിളാണ്. Dude, I know I shouldn't laugh, but ഇമോഷണലി സമീപിക്കാം. മാഡം വിചാരിക്കുന്ന പോലെ ഒരു വക്കീലല്ല ഞാൻ. വേണുവേട്ടനെ ഞാൻ എപ്പോഴും എൻ്റെ ഒരു മെൻറ്ററായിട്ട് കൺസിഡർ ചെയ്തിരുന്നത്. പിടിക്കാടാ എന്ന് വേണുവേട്ടൻ എന്നോട് പറഞ്ഞതാ. പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. 30 lakhs അതൊരു വലിയ എമൗണ്ട് അല്ലേ മാഡം? ഇപ്പോഴേ പുട്ട് വെച്ചവിടം വേണോ? So far so good. I'm impressed with myself. I know. I think he knows.
കോൺട്രാക്ട് ഞാൻ നടത്തും. ഇപ്പൊ വേണോ? പയ്യെ പോരെ. ഈ സമയത്ത് ബിസിനസ്സിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഇത് ഞാൻ ആർക്കും കൊടുക്കാനും പ്ലാനില്ല, പ്രത്യേകിച്ചും തനിക്ക്. അഹങ്കാരി. Yeah, good. Because I didn't think it was gonna work either. Oh, sorry, I cut that part. ടൈം കൊണ്ട് കേപ്പിൽ പോയി ഒരു കേസ് പിടിക്കാം. റോബി, മാനേജ്മെന്റ് സയൻസിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഡിഫറെൻറ്റ് മാർക്കറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്തവരെക്കാൾ സക്സസ്ഫുൾ ഇൻവെസ്റ്റ് ചെയ്ത മാർക്കറ്റിൽ മോണോപ്പൊളി ഉള്ളവർക്കാണ്. എനിക്ക് വേണ്ടത് That ആ actually is മോണോപ്പൊളിയാണ്. true. വക്കീലേ, എന്താ ഇത്? Wow. ഇത് വേണു വക്കീൽ ലാസ്റ്റ് പിടിച്ച കേസിന്റെ It's very motivating actually. ജൂനിയർ ഒരു കുട്ടിയുണ്ട്. സെബാറ്റി ഡോക്ടർക്ക് സെക്യൂരിറ്റി സർവീസസിന്റെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ടോ? സെബാട്ടി ഡോക്ടർ വെറും അഡ്മിൻ അല്ലേ? അതൊക്കെ ഡയറക്ടർ ബോർഡിന്റെ ഡിസിഷനാ. അവരെ കിട്ടാനൊക്കെ വലിയ പാടാ. പിന്നെ ജോർജ് സാറിന്റെ ഒരു മോനുണ്ട്. പലരെയും കൊല്ലേണ്ടി വരും. Involving the apparent perception of something not present. Oh. ഇല്ലാത്തതുണ്ടെന്നുള്ള തോന്നൽ. Huh. ആദ്യമായി എനിക്കിത് നടന്നത് He's guilty? 1992-ൽ. You're feeling അപ്പൂപ്പൻ നടക്കാൻ guilty now? ഇറങ്ങിയപ്പോൾ പടക്കമെറിഞ്ഞ് പൊട്ടിച്ച് കൊന്നപ്പോഴാണ്. ബട്ട് ഐ ഡോണ്ട് ഗിവ് എ ഷിറ്റ്. കാരണം ഇപ്പം എൻ്റെ പ്രയോറിറ്റി സെക്യൂരിറ്റി കോൺട്രാക്ട് മാത്രമാണ്. അതെനിക്ക് നേടിയെടുക്കാൻ ആകെയുള്ള മാർഗം ഇവനാണ്, ഡോക്ടർ വിൻ. Oh, he's the... Okay, that guy. Oh, he's the... ജനിക്കുമ്പോൾ തൊട്ട് കാശ് കണ്ടതുകൊണ്ടാവും. കാശിനോട് ഒട്ടും തന്നെ ആർത്തിയില്ല. ഇവനെ പോലെയുള്ളവരെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്നാലും ഒരു കൈ നോക്കാം. എന്താ വക്കീലേ, നിങ്ങൾക്കൊരു കേസ് പിടിച്ചു തരാന്ന് വെച്ചാൽ ആ ഫോണൊന്ന് എടുത്തൂടെ? നമ്മുടെ മരപ്പാലത്തിനടുത്ത് വെച്ച് നടന്ന ഇടിയ ചെക്കൻ്റെ ഓട്ടോ കൺട്രോൾ തെറ്റി ഒരു മരത്തിലിടിച്ചെന്നാ വിറ്റ്നസ് പറഞ്ഞത്. താനൊരു വക്കാലത്ത് ഫയൽ ചെയ്യും, ഒരു 2-3 ലക്ഷം രൂപയുടെ ക്ലെയിം. പക്ഷെ കിട്ടുമ്പോൾ മൊത്തത്തിൽ അടിച്ചു മാറ്റരുത്. ഞങ്ങളുടെ ഷെയർ മറക്കണ്ട. പയ്യൻ്റെ പേരെന്താന്ന് പറഞ്ഞേ? തൗഫീക്ക്. എസ്പെഷ്യലി ഓൺ ദ ഫേസ്. എന്ന് വെച്ചാ ആക്സിഡൻ്റ് അല്ല. ചെക്കനെ കസ്റ്റഡിയിലിട്ട് നല്ല താങ്ങ് താങ്ങിയല്ലേ? വക്കീലെ സാറിന് ആള് മാറിയതാ. കഞ്ചാവ് അടുത്ത് ഓട്ടോണം നിർത്തിയാ പൊക്കിയത്. ചെക്കൻ്റെ വണ്ടിക്കാണെങ്കിൽ ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യണ്ടായില്ല. ലൈറ്റ് വർക്ക് ചെയ്യേണ്ടി വന്നപ്പോൾ ഉണ്ടായ ഒരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് സംഭവം. വേണ്ടി തിരിച്ചല്ലെന്നേ. ഇപ്പോഴത്തെ പുതിയ പിള്ളേർക്ക് എല്ലിന് ഉറപ്പ് കുറവാണ്. ഫാസ്റ്റ് ഫുഡല്ലേ കഴിക്കുന്നേ. ഒന്ന് തിരിച്ചേ ഉള്ളൂ, വട്ടം ഓടിഞ്ഞു. താനൊരു വക്കാലത്ത് ഫയൽ ചെയ്യും. വല്ല കാർ ഇടിച്ചതോ ഓട്ടോ ഇടിച്ചതോ എന്തെങ്കിലും ആക്ക്. എൻ്റെ ജോസഫിന് ഷെയർ വേണ്ട. പിന്നെ ആ ചെക്കൻ എന്തെങ്കിലും കൊടുക്കണം. ഒരു പാവ. we have a threat. എടാ ഉണ്ണി, ഈ കേസ് വിട്ടേക്കട്ടോ. കസ്റ്റഡി വിടണോ? ഇതെങ്ങനെ പുറത്തെറിഞ്ഞാൽ പിന്നെ വള്ളിക്കെട്ട് പണിയാ. റോബി, നീ നേരെ ക്യാൻറ്റീനിലേക്ക് ചെല്ലാം, ഞാൻ വന്നേക്കാം. എന്തിനാ വെറുതെ ഗവൺമെന്റ് ജോലിയൊക്കെ? എന്തിനാ വെറുതെ PSC? സ്വന്തമായിട്ട് ഹോസ്പിറ്റലുള്ളതല്ലേ? ബേബി ഇന്ന് ലഞ്ചിന് പോകുന്നില്ലേ? ഓംലെറ്റ് ഇപ്പൊ തീരും. ആണോ? ഡി Jealousy? വേഗം വന്നേ, ദേ ഓംലെറ്റ് തീരാറായിരുന്നു. ഡോക്ടർ കഴിച്ചായിരുന്നു? ഞാൻ നേരത്തെ കഴിച്ചു. Oh wow. Nice trick. ഈ ഡോക്ടർ നിന്നെയും കൊണ്ടേ പോകും. ഇഷ്ടമാണല്ലേ? ആര് പറഞ്ഞു? ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? ഡോക്ടർ മീനാക്ഷിയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ചിരിയൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. വെൽ മാനേർഡ്, വെൽ ബ്രോട്ട് അപ്പ്. പക്ഷെ മീനാക്ഷിക്ക് ഇഷ്ടം തന്നെ. ഡോക്ടർ ടെൻഷൻ അടിക്കണ്ട, ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ സെക്യൂരിറ്റി സർവീസസിൻ്റെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ ഡോക്ടറിനെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ മീനാക്ഷിയെ ഞാൻ നൈസായിട്ട് ഇഗ്നോർ ചെയ്തോളാം. ഓക്കെ അല്ലേ? What the fuck? മീനാക്ഷിയെ തന്നെക്കാൾ നന്നായിട്ട് എനിക്കറിയാം. ഷീസ് ഹൈലി സെൽഫ് മോട്ടിവേറ്റഡ്, സ്ട്രേറ്റ് ഫോർവേഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ്. അങ്ങനെ ഒരാൾക്ക് നിന്നോടൊക്കെ എന്തെങ്കിലും തോന്നണമെങ്കിൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. ഏറ്റവും നശിച്ച മൂമെൻറ്റിൽ തൂമ്പ് കയറ്റി കളിക്കുന്ന നിന്നെപ്പോലെ ഒരുത്തിനൊക്കെ കോമൺ സെൻസ് ഉള്ള ഒരു പെണ്ണും കൺസിഡർ ചെയ്യില്ല. നമുക്ക് ഇതോടെ ഇല്ല, നിർത്താം. അതുകൊണ്ട് ഈ ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ അവൻ കക്ഷികളോട് മതി, എന്നോട് വേണ്ട. That is real. Shit just got real, man. Jyoti. She. That's what you're missing out on. She's getting married. രാധാകൃഷ്ണൻ Now you're thinking. എല്ലാവരും എന്നെക്കാളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും? ഇത്തവണ നമുക്ക് കരിമൂർഖനെ ചാക്കിലാക്കാം.
എന്നിട്ട് എല്ലാത്തിനും അങ്ങ് തട്ടിയാലോ? യെസ്, വിൻസെന്റ് ഡോക്ടർ, ജ്യോതി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ആനി, എല്ലാവരെയും തട്ടാം. അത് വേണ്ട. കുറെ പേര് അടുപ്പിച്ച് ചത്ത പോലീസിന് ചിലപ്പോ സംശയം തോന്നും. അപ്പൊ മുന്നോട്ട് പോയില്ലെങ്കിലോ? വക്കീല് തോറ്റുപോയാലോ? പ്രധാനപ്പെട്ട മെമ്പറായിരുന്നു അഡ്വക്കേറ്റ് വേണു. നമുക്കെല്ലാം അറിയുന്ന പോലെ സത്യസന്ധനും സ്വന്തം കക്ഷികളോട് വാത്സല്യം കാത്തു സൂക്ഷിച്ചിരുന്ന നല്ലൊരു മനുഷ്യനായിരുന്നു. റിട്ട് ഫയൽ ചെയ്യാൻ പോവാ. ഇൻഷുറൻസ് ബ്രാഞ്ച് മാനേജർ, പർട്ടിക്കുലർലി ആക്സിഡന്റ് കേസസ് ഹാൻഡിൽ ചെയ്യുന്ന മാനേജർ, ഹോസ്പിറ്റൽ സെക്യൂരിറ്റി സർവീസസിന്റെ കോൺട്രാക്ട് ഹോൾഡ് ചെയ്യുന്നതിന് അഗൻസ്റ്റ് ആയിട്ട്. ലീഗലി കോൺട്രാക്ട് മാഡത്തിൻ്റെയോ വേണു വക്കീലിൻ്റെയോ പേരിലല്ലെന്ന് എനിക്കറിയാം. പക്ഷേ കോൺട്രാക്ട് പിടിച്ച എമൗണ്ടിൻ്റെ സോഴ്സ് കോടതി പരിശോധിച്ചാൽ അതിന് കുറച്ച് ബുദ്ധിമുട്ടും. ക്ലോസിന് അഗൻസ്റ്റാണ് മാഡം. അതിന് വേണുവേട്ടൻ ഫയൽ ചെയ്തിരിക്കുന്ന കേസുകളൊന്നും ഞാൻ സെറ്റിൽ ചെയ്തിട്ടില്ല. വക്കീലിന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. എനിക്കറിയാം ഭാരത് ഇൻഷുറൻസിൽ ഫയൽ ചെയ്ത എല്ലാ കേസസും വേണു വക്കീലിൻ്റെ ജൂനിയേഴ്സിൻ്റെ പേരിലാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ കോടതിക്ക് മനസ്സിലാകാൻ വലിയ വാദത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കോടതിക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ ആനി മാഡം മുമ്പ് സെറ്റിൽ ചെയ്തിട്ടുള്ള ക്ലെയിംസ് പരിശോധിക്കാൻ കോടതി ഓർഡർ ഇടും. ആനി കുടുങ്ങും. ശരിക്കും മാഡം ഭാരത് ഇൻഷുറൻസിൽ ആദ്യ അസിസ്റ്റന്റ് മാനേജർ, പിന്നെ ബ്രാഞ്ച് മാനേജർ, ഇനിയും പ്രൊമോട്ടായ ഡിവിഷൻ ഹെഡ്. പക്ഷേ ഞാൻ ഫയൽ ചെയ്താൽ കമ്പനി മാഡത്തിനെ പുറത്താക്കും. ഇന്ന് ആനി ഒറ്റയ്ക്ക, കൂടെ ഭർത്താവില്ല. ആനിയെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന മക്കൾ, അവരുടെ ഭാവി, യുവർ കരിയർ. It's your decision, ആനി. How am I laughing to this? കസ്റ്റഡി പീഡനം കുറച്ച് റിസ്ക് ഉള്ളതാണ്. പക്ഷേ ഞാൻ ഫയൽ ചെയ്യാം. ഇനി മുതൽ സാറിന്റെ സർക്കിളിൽ വരുന്ന എല്ലാ ആക്സിഡന്റ് കേസസും ഞാൻ അപ്പിയർ ചെയ്യും. അല്ല, അതിന് കക്ഷികളല്ലേ വക്കീലെ ഡിസൈഡ് ചെയ്യാ. ഞാൻ പറഞ്ഞാൽ സമ്മതിപ്പിക്കണം. സമ്മതിപ്പിക്കാം. ചെക്കൻ എണീക്കുമ്പോൾ കിട്ടാൻ പോകുന്ന കാശ് എത്രയെന്ന് പറഞ്ഞ് വക്കാലത്ത് മേടിച്ചേക്കും. അസബാഡി ഡോക്ടർ ചെയ്യുന്ന വൂണ്ട് സർട്ടിഫിക്കറ്റ്. ഓ, മരത്തിലിടി പോരെ വക്കീലേ. Yeah, that makes sense. ഒന്നുകൂടെ ആലോചിച്ചിട്ട് വരെ. കേസ് ഞാനല്ലേ വാദിക്കുന്ന റോബി. ഞാൻ ഡിസൈഡ് ചെയ്തോളൂ. നീ പോയി ഓട്ടോ തള്ളു. റൈറ്റ് സൈഡ് ചേർത്ത് വീഴ്ത്തണം. പാതി പണി കഴിഞ്ഞ കലിങ്കിനെടുത്ത് വെച്ച് കിഴക്ക് നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് വന്ന KL12 H6658 നമ്പർ ഓട്ടോ പടിഞ്ഞാറ് നിന്നും കിഴക്ക് KL12 F1177 നമ്പർ ബൈക്കിലടിച്ച് കലിങ്കിലേക്ക് ചെരിഞ്ഞാണ് അപകടമുണ്ടായത്. Okay. That'll be part 2 of Mugadhan Unni Associates. This is literally one of the best movies I've ever seen. I have the best movie I've ever seen in Malayalam. Attipoli story, apart execution. Vineet Srinivasan did that dry acting, that sarcastic, dark comedy is so on point. And I don't know a lot of these legalities in this. I'm assuming that most of these things are correct. I'm not a lawyer, so I cannot allow to cross verify most of these claims that is being made in this movie. But it's phenomenal, man. And like, it's not supernatural, right? We can assume that these things are possible. എന്തായാലും ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു ലീഗൽ പ്രോസസ്സൊക്കെ അറിയാൻ പറ്റുമെങ്കിൽ. ആൻഡ് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ഓൾമോസ്റ്റ് ഷുവർ, 100% ഷുവർ. സോ യാ, ആൻഡ് പുള്ളിക്കാരൻ പറയുന്ന പ്രിൻസിപ്പിൾസ് എല്ലാം ആർ വെരി റൈറ്റ്. കാരണം ഞാനും എൻ്റെ ഒരു ഓൺടർപ്രനോറിയൽ സ്റ്റേജ്, ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ ഡു ഓൺ ദ സൈഡ്, റൈറ്റ്? അപ്പം when you have a monopoly, that is significantly better than having any other kind of small businesses. Because when you have a monopoly, even though it's like a smaller business, it'll grow really fast because there's no one else to compete with you. Monopoly in the market, for example, like take an example of Jio and all, right? After like Airtel went down, Jio became monopoly and everyone needed Jio. And they are very well using it actually. ഇപ്പം അവരുടെ ജിയോ പ്ലസ് ഹോട്ട്സ്റ്റാർ ആക്കി സബ്സ്ക്രിപ്ഷൻ അത് അവർ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ ഹാവ് വെരി ഗുഡ് മോണോപ്പൊളി, വെരി ഗുഡ് മാർക്കറ്റ്. ആൻഡ് ഡാർക്ക് ഹ്യൂമർ, മാൻ.
Okay, first half it's like the first part that I watched, even though it was dark, it was like okay, it was fine. There was no murder kind of dark. But ആ കോബ്ര വന്നപ്പോൾ എൻ്റെ കിളി പോയി. അപ്പോഴാണ് ഇതിൻ്റെ ലൈക്ക് ഹി വാസ് റെഡി ടു ഐ ന്യൂ ദാറ്റ് ഹി വാസ് ഗെറ്റിംഗ് റെഡി ടു go to all kinds of extents. This reminds me of Death Note, man. This is Pakka Death Note. This is Kira of Malayalam. This is Light Yagami. Vinith Srinivasan is Light Yagami here. Very nice, very cool. No morality, no nothing. Just living like a human being. Just the right kind of human being. Like, there's a book called 48 Laws of Power by this guy named Robert Greene. It's one of my favorite books out there. Like, it tells you how to survive, right? How to maintain power in a society. And it's not about being the, like good guy. It's being opportunistic. It's more about being opportunistic. Okay, that will be part 2. And I'll see you guys in part 3. If you want to watch these kind of reactions, why don't you hit the subscribe button. I'm just starting off at this point in this channel. I have another channel. Like, if you want me to make more of these kind of videos, then why don't you hit the thumbs up button and the subscribe button so that it'll encourage me to make more of these videos. And I'll see you guys next video. Good night and goodbye.